ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിരുന്നു. അതിൽ ഞാൻ ചോദിച്ചിരുന്നതാണ് ബാക്ക് ടു സ്കൂൾ ഐറ്റംസിന്റെ ക്രാഫ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. ഞാൻ പിന്നെ അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു 5 പാർട്ടേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കമന്റ് ആയിട്ട് പറഞ്ഞത് ഇങ്ങനെ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അതിന്റെ പാർട്ട് 1 ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. അതിനനുസരിച്ചിട്ടാണ് അടുത്ത ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാർട്ട് 1 എന്താ ചോദിച്ചാൽ ടു ഡു ലിസ്റ്റ് ആണ്. ഇന്ന് നമുക്കപ്പോൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ചിലവർക്ക് ടു ഡു ലിസ്റ്റ് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം. ടു ഡു ലിസ്റ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യില്ലേ, എന്താണ് ഇപ്പം നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എഴുതി വെക്കാൻ വേണ്ടി ഉപയോഗിക്കണതാണ് ഈ ടു ഡു ലിസ്റ്റ് പറയുന്നത്. ഇത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ അത്രയും സിമ്പിൾ ആയിട്ടുള്ള തീമിലാണ് ഇത് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് ചെയ്തിട്ടുള്ളത് ഞാൻ സ്കെച്ച് ബുക്കത്തെ പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അതില്ലാച്ചിട്ട് ചാർട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതും ഇല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ A4 ഷീറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി. എന്തായാലും ഇനി A4 ഷീറ്റ് ഇല്ല പറഞ്ഞിട്ടും കുഴപ്പമില്ല. നമ്മുടെ സാധാ നോട്ട്ബുക്കിന്റെ പേജ് ഉണ്ടാവുള്ളൂ, വൈറ്റ് ലൈനൊന്നും ഇല്ലാത്ത നോട്ട്ബുക്കിന്റെ പേജ്, അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. ഞാൻ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഓരോ ആൾക്കാരും വിചാരിക്കുക എൻ്റെ അടുത്ത് ആ സാധനം ഇല്ലല്ലോ, അപ്പം ഞാൻ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ പ്രത്യേകം പറയണത്. നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങൾ ആണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കാന്നല്ലേ. നിങ്ങൾ അതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കും. ഞാൻ ഈ ടു ഡു ലിസ്റ്റിന്റെ തീം പറയുന്നത് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് സ്ട്രോബെറിന്റെയും ഓംപ്ലേറ്റിന്റെയും ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരി, ബൈ.